എറണാകുളം കണ്ണമാലിയിൽ രൂക്ഷമായ കടലാക്രമണം. വീടുകളിൽ വെള്ളം കയറി. ആലുവ ശിവക്ഷേത്രത്തിലും വെള്ളം കയറി. വിവരങ്ങളുമായി ഇപ്പോൾ അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽനാഥ്, എല്ലാ മഴക്കാലത്തും കാലവർഷക്കെടുതി ഉണ്ടാകുമ്പോൾ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറാറുണ്ട്. ഇപ്പോൾ കണ്ണമാലിയിൽ രൂക്ഷമായ കടലാക്രമണം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എറണാകുളം ജില്ലയിലെ ഒരു പൊതു സാഹചര്യം, വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സാധ്യതയുണ്ടോ? ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ നിലവിൽ? സിജു, എറണാകുളം ജില്ലയിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ് ഉള്ളത്. ഇടവിട്ട മഴയ്ക്ക് സാധ്യതയാണ്. ഇന്ന് രാവിലെയോടുകൂടി അത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴയൊന്നും ജില്ലയിലില്ല. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി നോക്കുകയാണെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ശക്തമായ മഴയും കാറ്റുമാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായ കാറ്റിലും മഴയിലും അപകടങ്ങൾ നിരവധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ഏകദേശം 50-ന് മുകളിൽ വീടുകൾ ഇത്തരത്തിൽ ഈ മഴയിലും കാറ്റിലും തകരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച കണ്ണമാലിയിൽ വലിയ രീതിയിലുള്ള അതായത് കടൽക്ഷോഭിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ ഈ തീരമേഖലകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത്തരത്തിൽ വെള്ളം കയറിയ വീടുകളിലെ ആളുകളൊക്കെ തന്നെയും ബന്ധുവീടുകളിലേക്ക് അഭയം തേടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതിനാൽ തന്നെ ഈ തീരമേഖലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ അപകട സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നിന്നും മാറി താമസിക്കുക, ബന്ധുവീടുകളിലേക്കും മറ്റും മാറി താമസിക്കുവാനുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കടലിൽ പോകുന്നതിനുള്ള നിയന്ത്രണങ്ങളും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ ഒരു ശക്തമായ കാറ്റിലും മഴയിലും അപകടങ്ങൾ നിരവധിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയ ഒരു സാഹചര്യം കൂടിയാണ്. എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ ആലുവ ശിവക്ഷേത്രത്തിൽ മഴക്കാലങ്ങളിൽ വെള്ളം കയറുന്നത് പതിവാണ്. എന്നാൽ ഇത്തവണ കുറച്ച് നേരത്തെ ഇത്തരത്തിൽ വെള്ളം കയറി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പെരിയാറിലടക്കം ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ആലുവ ശിവക്ഷേത്രത്തിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. ഒപ്പം തന്നെ മലങ്കര ഡാമിലെ 3 ഷട്ടറുകൾ തുറക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. അതോടൊപ്പം പെരിയാറിലെ തീരപ്രദേശങ്ങളിലുള്ളവർക്കും നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്നും താമസം മാറി ബന്ധുവീടുകളിലേക്ക് അടക്കം റെയിൽവേ ട്രാക്കിൽ പലയിടങ്ങളിലും മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ റോഡ് ഗതാഗതം അടക്കം തടസ്സപ്പെടുന്ന സാഹചര്യം. ഇന്ന് എറണാകുളം ജില്ലയിലെ ഈ ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെയാണ്? സാധാരണ നിലയിൽ തന്നെയാണോ? ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലായോ? അതോടൊപ്പം തന്നെ റോഡ് ഗതാഗതം എങ്ങനെയാണ്? സിജു, എറണാകുളം ജില്ലയിൽ വൈകുന്നേരമാകുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ കൂടുതലായി മഴ ശക്തമാകുന്നത്. അതിനാൽ തന്നെ വൈകുന്നേരങ്ങളിൽ ജില്ലയിലെ മനസ്സിലാകുന്നുണ്ട്. കാരണം ഇപ്പോൾ വീണ്ടും അവിടെ മഴ കനക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൽനാഥ്, നിലവിൽ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കയറി നിൽക്കുക. മഴ കനത്ത മഴയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തന്നെ വരാം. നിലവിൽ റെയിൽവേ ട്രാക്കിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഇന്നലെയും ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോഴെന്താണ് സാഹചര്യം? വീണ്ടും മഴ കനക്കുകയാണോ? സിജോ, നിലവിൽ ഇപ്പോൾ ജില്ലയിൽ മഴ കനക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രാവിലെ മഴ ശക്തമല്ല, എന്നാൽ ഉച്ചയോടുകൂടി മഴ കനക്കുന്ന സാഹചര്യമായിരുന്നു. നിലവിൽ ഇന്നും അത്തരത്തിൽ തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം വൈകുന്നേരങ്ങളുണ്ടായിരുന്ന ഈ ശക്തമായ മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും അത് ഗതാഗതത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്നലെ അമ്പാട്ടുകാവ് എന്ന പ്രദേശത്ത് ഇത്തരത്തിൽ ശക്തമായ കാറ്റിൽ ആൽമരം ട്രാക്കിലേക്ക് പൊട്ടി വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റെയിൽവേ ഇലക്ട്രിക് ലൈനുകൾ അടക്കം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു അപകടമുണ്ടായ സാഹചര്യത്തിൽ നിരവധി ട്രെയിനുകളാണ് അങ്കമാലി സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോട്ടയം ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകൾ പിടിച്ചിടുകയായിരുന്നു. ഏകദേശം 3 മണിക്കൂറോളം സമയമെടുത്താണ് ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ റെയിൽവേ ടീമിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലുള്ള സംഘം ഈ ആൽമരം മുറിച്ചു മാറ്റി ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിച്ച ഒരു രീതി ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഗിരിനഗർ എന്ന ഒരു പ്രദേശത്ത് അവിടെ ഈ ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ സീലിംഗ് അടക്കം തകർന്നു വീഴുകയും ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു പരിപാടി നടക്കുകയായിരുന്നു, ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുകയായിരുന്നു. അവിടെ 500ഓളം കുട്ടികൾ ആ
പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു അവിടെ സീലിംഗുകൾ പൊട്ടി വീണ് 4ഓളം പേർക്ക്, അതായത് 2 കുട്ടികളും 2 രക്ഷിതാക്കൾക്കും പരിക്കു പറ്റുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ജില്ലക്കകത്ത് കഴിഞ്ഞ 3 ദിവസമായി പരിശോധിക്കുകയാണെങ്കിൽ ശക്തമായ കാറ്റിലും മഴയിലും ഏകദേശം 50-നു മുകളിലുള്ള വീടുകൾ ആണ് തകർന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു വീട് പൂർണ്ണമായും തകരുകയും അമൽനാഥ്, അത് ഒന്നുകൂടി അറിയേണ്ടതുണ്ട്. ജില്ലയിൽ 50 വീടുകൾ തകർന്നു എന്നാണോ അമൽനാഥ് ഇപ്പോൾ പറഞ്ഞത്? ഭാഗികമായി തകർന്നു എന്നാണോ പൂർണ്ണമായി തകർന്നു എന്നാണോ? അതൊരു പുതിയ വിവരമാണ്. സിജു, 50 വീടുകൾക്ക് ഭാഗികമായി തകർച്ചയും ഒരു വീട് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യവുമാണ് ജില്ലക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ടായ അപകടമാണിത്. കഴിഞ്ഞ 3 ദിവസത്തെ ആ ഒരു കണക്കാണ് നിലവിൽ ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ജില്ലക്കകത്ത് ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, 50ഓളം വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പരിക്കു പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജില്ലയിൽ വൈറ്റ്ലയിലാണ് ഉള്ളത്. വൈറ്റ്ല ടൗണിലാണ് നിലവിൽ ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ ലൈവിൽ കാണുവാൻ വേണ്ടി സാധിക്കും, മഴ കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അല്പസമയം മുന്നേ വരെ തെളിഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. രാവിലെയോടുകൂടി, അതായത് രാവിലെ ഏകദേശം ഒരു 8 മണിയോടുകൂടി നേരത്തെ മഴയുണ്ടെങ്കിൽ പോലും പിന്നീട് മഴ ലഭിച്ചിരുന്നില്ല. കാലാവസ്ഥ തെളിഞ്ഞ ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ജില്ലയിൽ ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ ഒരു കാഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ രാവിലെ വളരെ നേർത്ത മഴയാണ് ഉണ്ടായിട്ടുള്ളത്, ഇടവിട്ട മഴയാണ്. എന്നാൽ വൈകുന്നേരമാകുന്നതോടുകൂടി മഴ കനക്കുന്ന ഒരു കാഴ്ചയാണ്. മഴയും ഒപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ശക്തമായ കാറ്റിലും മഴയിലും വലിയ അപകടങ്ങൾ ഉണ്ടായത്. ഇന്നും സമാനമായ രീതിയിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയോടുകൂടി മഴ കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ശരി അമൽനാഥ്.